നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വരണം മാഷേ, വരണം. ഈ കാൽക്കലൊരു പൂച്ചണ്ട് വെച്ച് തൊഴണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അമ്മയില്ലാതെ 5 പെൺമക്കളെ വളർത്തി വലുതാക്കിയ ഖ്യാതി മാത്രമല്ല അനന്തമാഷിനുള്ളത്. അതിലൊരുത്തി ഭർത്താവിന്റെ അമ്മയെ മുഖത്തടിച്ച് ഇറക്കി വിട്ടതിന്റെ പെരുമ കൂടി അനന്തമാഷിന് അവകാശപ്പെട്ടതാ. നീ എന്തൊക്കെയാണ് സുശീലിൽ നിന്നിങ്ങനെ പ്രസംഗിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അനുപമ എന്താ നിന്റെ മുഖത്തടിച്ചോ? അപ്പോ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? കൊള്ളാം. അനന്തമാഷ് അറിഞ്ഞ അനുപമ ചെയ്തതിനെ അംഗീകരിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒന്നും അറിയിക്കാനല്ലേ സാറേ? സുശീലേ, ഒരു കാര്യം പറയും, അതിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും പറയണം. അല്ലാതെ അനുപമ അടിച്ച കാര്യം മാത്രം പറഞ്ഞ അവളെ മാത്രം കുറ്റക്കാരിയാക്കാൻ നോക്കണ്ട. അണ്ണാ, ഞാൻ പറയാം. വേണ്ട ദാസ്, കൂടുതലൊന്നും ഇപ്പൊ പറയണ്ട. അനുമോള് സുശീലയുടെ മുഖത്തടിച്ചോ? അടിച്ചോ? പറയദാസ്. അത് എന്റെ മോൾ ഇവരെ അടിച്ചോന്ന് എനിക്കറിയില്ലാണ്, ഞാൻ കണ്ടിട്ടില്ല. കണ്ടെങ്കിലേ പറയാൻ പറ്റൂ. സത്യമായിട്ട് അവൾ എന്നെ അടിച്ചതാ മാഷേ. ഇവർക്കൊക്കെ അറിയാം, പറയാത്തതാ. ഈ കവിളത്താ മാഷേ അവൾ ആഞ്ഞടിച്ചത്. ഞാൻ എത്രക്കാരി ആയിക്കോട്ടെ, പക്ഷെ ഞാൻ അവളുടെ ഭർത്താവിന്റെ അമ്മയല്ലേ, അവളുടെ കൊച്ചിന്റെ മുത്തശ്ശിയല്ലേ ഞാൻ. എന്നെ അങ്ങനെ തല്ലാവോ മാഷേ? ശരി സുശീലേ, എന്റെ മകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെ, മാപ്പർഹിക്കാത്ത തെറ്റ്. ആ തെറ്റിന് അവളുടെ അച്ഛനായി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. പോരെ? അണ്ണാ, ഇന്ദ്രനെ പോലെ ഒരു ഭാഗം മാത്രം കേട്ട് അണ്ണൻ തീരുമാനം എടുക്കരുത്. അണ്ണന്റെ മകൾക്ക് പറയാനുള്ളത് കൂടി അണ്ണൻ കേൾക്കണം. കാരണങ്ങൾ ഒരുപാടുണ്ടാവും ദാസ്, പക്ഷേ അമ്മയെ അടിച്ചതിന് അതൊന്നും ഒരു ന്യായീകരണം സുശീല, ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ അവിടെ എത്തുമായിരുന്നു. ഇനി നീ പറ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ മകള് ചെയ്ത തെറ്റിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. മാഷ് എന്ത് ചെയ്താലും മരുമകളുടെ തല്ലുകൊണ്ട് അമ്മായിയമ്മ എന്നുള്ള പേര് എനിക്ക് മാറിക്കിട്ടില്ലല്ലോ. ഇതൊക്കെ ചെയ്തിട്ട് അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇന്നും എന്റെ വീട്ടിൽ വന്ന് അവളുടെ കുഞ്ഞിന് അവകാശം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലരുതെന്ന് പറഞ്ഞ് എന്നെ ഇന്ദ്രനെ താക്കീത് ചെയ്ത് പോയി അവള്. അവളും അവളുടെ കുഞ്ഞും ഇന്ദ്രന്റെ വാടക വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കും അത്രേ. ആരിറക്കി വിട്ടാലും അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങില്ലാന്ന്. ഞാനിപ്പൊ മാഷിനെ കാണാൻ വന്നത് അവളെ ആ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോകണമെന്ന് പറയാനാ. അവളുടെ കുഞ്ഞിനെ വേണമെങ്കിൽ അവളെ എടുത്തോട്ടെ, പക്ഷേ ഇന്ദ്രനും അവന്റെ കുടുംബത്തിനും ഇനി അനുപമയെ വേണ്ട. സുശീലേ,